ഹായ് ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തേതൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ നാടൻ റെസിപ്പീസ് എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത് മക്കൾസിന് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ മുറ്റത്തെല്ലാം ഇറങ്ങിയിട്ട് ഫുള്ള് എന്താ പറയുക, ഇന്ന് രാവിലെ നമ്മൾ മുറ്റത്തെല്ലാം ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടില്ല കേട്ടോ, നമ്മൾ എല്ലാവരും ഇല്ല, മുറ്റത്തെല്ലാം ഇറങ്ങി. കാരണം പ്രത്യേകിച്ച് സ്കൂളില്ലാത്ത ദിവസം ഉണ്ടല്ലോ, എന്നാൽ മാത്രമേ നമുക്ക് ഈ രാവിലത്തെ ആ ഒരു ടൈം, ആ ഒരു മോർണിംഗ് വൈബ് നമുക്ക് സ്കൂളില്ലാത്ത ദിവസം മാത്രമേ ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ള ടൈമെല്ലാം നമ്മൾ എന്താ പറയുക, സ്കൂളില്ല ദിവസങ്ങളിലെല്ലാം നമ്മൾ മെയിൻ രാവിലെയെല്ലാം കിച്ചണിലായിരിക്കില്ലേ ഫുൾ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ആ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യട്ടോ. എന്താ പറയുക, നിങ്ങളെ അഭിപ്രായങ്ങളും, അതായത് നെഗറ്റീവോ പോസിറ്റീവോ എന്തായിക്കോട്ടെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്മൈലി എങ്കിലും കമൻ്റായിട്ട് ഇടുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈം ആയിട്ടെല്ലാം ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ രാവിലെ തന്നെ ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന്. ഇന്നെന്തോ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് മൈൻഡാണ് കേട്ടോ ഉള്ളത്. എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ വ്ളോഗ്സ് എല്ലാം ചെയ്യാനായിട്ട്. പക്ഷേ എന്താ പറയുക, നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു എന്താണ് മൈൻഡിലൊന്നും ചിലപ്പോൾ നമ്മൾ ഉണ്ടാവില്ല. അതായത് ഹാപ്പി ആണെങ്കിൽ നമുക്ക് ചിലതിനോടൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് നല്ലൊരു ദിവസമാണ് കേട്ടോ ഇന്നത്തേത്, അൽഹംദുലില്ലാ. കാരണം ഇന്ന് രാവിലെ തന്നെ മുറ്റത്തെല്ലാം ഇറങ്ങി, പ്രത്യേകിച്ച് നമ്മൾ ഈ മുറ്റത്തിറങ്ങുമ്പോണ്ടല്ല ആ ഒരു പച്ചപ്പും ഇതെല്ലാം കാണുമ്പം വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ മനസ്സിന്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോൾ മറ്റുള്ള ദിവസങ്ങളിലെല്ലാം രാവിലെ ഫുള്ള് ബിസി ആയിരിക്കും. ആ ഒരു രാവിലെ തന്നെയല്ലേ എല്ലാ പേർക്കും ഭയങ്കര ഒരു എന്താണ് കലബിലുണ്ടാവില്ല. പ്രത്യേകിച്ച് മക്കൾസ് എല്ലാം സ്കൂളിൽ പോകുന്ന കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ പറയാനേ ഉണ്ടാവില്ല. ഫുള്ളൊരു ഒരു രാവിലത്തെ ടൈം മൊത്തത്തിലൊരു ജഗപുകയായിട്ടുള്ളൊരു ടൈമായിരിക്കും. അപ്പോൾ ഇന്ന് ലീവില്ലോണ്ട് തന്നെ എല്ലാവരും റിലാക്സ് ആയിട്ടൊരു ഒരു സമാധാനത്തോടെയാണ് കേട്ടോ ഇന്നത്തെ മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇന്ന് ഉണ്ടാക്കണ്ട കേട്ടോ. കാരണം തലേന്ന് വാങ്ങിച്ച പൊറോട്ടയും പിന്നെ നമ്മൾ മട്ടൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പം ഒരു മട്ടൻ കറീൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു എന്താ പറയുക, കഴിഞ്ഞ വ്ളോഗിലുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോക്കിട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഗ്രേവി മാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കുഴപ്പമില്ല, നമുക്കത് ഞാൻ പറഞ്ഞ പൊറോട്ട അതിലിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് നല്ല തട്ടുകട സ്റ്റൈൽ പോലെ ആക്കാം. പക്ഷേ അതിൽ പീസസ് ഒന്നുമില്ല, പക്ഷേ ആ ഒരു ഗ്രേവിയും പൊറോട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ചായ കുടിക്കലും എല്ലാം അതിൻ്റെ ഇടയിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായില്ല, നമ്മളെ ഈ മുറ്റത്ത് കുറച്ച് പച്ചക്കറി സംഭവങ്ങളെല്ലാം നട്ടിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ കോവക്കയെല്ലാം മാഷാല്ലാ കുറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇത് പറിക്കുന്ന കാണുമ്പം വിചാരിക്കും ഒരുപാടുണ്ടെന്ന്, പക്ഷേ കാര്യമായിട്ട് അങ്ങനെ ഒന്നും പിടിക്കുന്നത്ര കേട്ടോ. അതായത് ഒരുപാടൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആകെ ഒരു കുറച്ചേ പിടിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമെല്ലാം പിടിക്കുന്നതല്ലേ, ഇനിയിപ്പോൾ ഇൻഷാല്ലാ പിടിക്കുന്നല്ലാന്ന് വലിയ പ്രതീക്ഷ. പക്ഷേ ഇതിന് ചെറിയൊരു പുഴുവും കാര്യങ്ങളെല്ലാം വന്നിട്ട് നല്ല ഗ്രോത്തിൽ വന്നതായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ ഒരു മുരടിച്ചൊരു അവസ്ഥയാണ് കേട്ടോ ഉള്ളത്. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ അതെല്ലാം സെർച്ച് ചെയ്തിട്ട് വേണം അതിനില്ല എന്തെങ്കിലും മരുന്നും കാര്യങ്ങളെല്ലാം ആക്കാൻ. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഒന്നിനൊരു സമയം കിട്ടുന്നേ ഇല്ല കേട്ടോ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താളം തെറ്റിയൊരവസ്ഥയാണ് കേട്ടോ ചില സമയത്ത്. കാരണം എത്ര തന്നെ ഒരു ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനൊരു ടൈമില്ലാത്തൊരു ഫീലും അങ്ങനെ എന്തെല്ലോ ആണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇൻഷാല്ലാ എല്ലാം സെറ്റാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ അപ്പം ഞാൻ ഈ കോവക്ക പറിക്കാൻ ഇറങ്ങിയോണ്ടുണ്ടല്ലോ, ഹംദാനും ഐഷാക്കും ഭയങ്കര പൂതി അവർക്കും പറിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മറ്റേ സ്റ്റൂളെല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ട് അവർക്ക് എത്തൂലല്ലോ, അപ്പോൾ സ്റ്റൂളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടാണ് കേട്ടോ പറിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പറിക്കാനൊന്നുമില്ല, അതിൽ ആകെ ഒരു കൂടി വന്ന ഒരു 5 or 10 അത്രയേ കിട്ടിയിട്ടുണ്ടായിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങനെ പറിച്ചെടുക്കലാണ്. പക്ഷേ
നമ്മളെ പുരൻ്റെ മുറ്റത്തെല്ലാം ഇങ്ങനെ കാണുമ്പം നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ എന്തെങ്കിലും നട്ടിട്ട് അതിൽ നിന്ന് ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു 2-3 നമുക്ക് കിട്ടുമ്പം നമുക്കത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ. നമുക്കൊരു എന്താ പറയുക, നല്ലൊരു സന്തോഷമായിട്ടുള്ള കാര്യമല്ലേ. പ്രത്യേകിച്ച് നമ്മളെ അതായത് നമ്മളെ വീട്ടുവളപ്പിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതെന്നെല്ലാം പറയുന്നില്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടിയും സന്തോഷം നമുക്ക് കിട്ടുന്നത്. ചില ആൾക്കാർ പറയുന്നില്ലേ, ചില ആൾക്കാർ എന്നല്ല ഞാൻ തന്നെ പറയും. കാരണം നമുക്ക് ആരും സന്തോഷം എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുതരുമൊന്നും ചെയ്യില്ല. പക്ഷെ നമ്മളെ ചുറ്റുപാടുന്ന് നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ കിട്ടും അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാനെല്ലാം പറ്റൽ. വേറൊരാൾ നമുക്ക് സന്തോഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് സന്തോഷമൊന്നും കൊണ്ടുതരില്ല. പക്ഷെ നമുക്ക് എന്താണോ ഇഷ്ടം, ആ ഒരു ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് പോകാം, ആ ഒരു മൈൻഡാണ് കേട്ടോ എനിക്ക്. കാരണം ഇതെല്ലാം എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ പച്ചക്കറി, ചെടി, പ്രത്യേകിച്ച് ചെടിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെടിയാണ്. പക്ഷെ ചെടീനോടൊന്നും ഇപ്പോൾ ചെയ്യാൻ വലിയ ടൈമേ ഇല്ല. അതുകൊണ്ട് പിന്നെ ചെടിയെല്ലാം അവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടായിട്ടാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് മക്കൾസ് എല്ലാം ഒന്ന് വലുതായി അവരൊന്ന് സെറ്റായി, അതായത് അവരെ കാര്യങ്ങളെല്ലാം നോക്കാനില്ല ആ ഒരു ഇതാവണമല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ് ആ ഒരു ടൈമിൽ ആയുസ്സും ആരോഗ്യമെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ചെടിയും എല്ലാം ആ ഒരു പണ്ടത്തെ അതേ രീതിയിലെല്ലാം ആക്കി സെറ്റാക്കി എടുക്കണം എന്നെല്ലാം ഭയങ്കര പൂതിയുണ്ട് കേട്ടോ മനസ്സിൽ. ഇൻഷാ അല്ലാഹ് അത് ഞാൻ റെഡിയാക്കി എടുക്കും തന്നെയാണ് എനിക്ക് വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പം അല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പം ഇങ്ങനെ അൽഹംദുലില്ലാ തട്ടി മുട്ടി അങ്ങനെ പോകട്ടോ. പിന്നെ നമ്മളിവിടെ കോഴിയെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ നമ്മളെ ദുബായി പോകുന്ന ഒരു വ്ളോഗിൽ കാണിച്ചിട്ടില്ല, നമ്മൾ മുട്ടയെല്ലാം കൊണ്ടുപോയത്. അപ്പോൾ ഈ ഒരു കോഴീൻ്റെ മുട്ടയാണ് കേട്ടോ. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ഇതൊന്നും കാണിച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഞാനിത് നമ്മളെ കപ്പക്ക മരം ഉണ്ട് കേട്ടോ, നമ്മളെ പപ്പായ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങോട്ട് കപ്പക്ക എന്നാണ് കേട്ടോ പറയലിന്. ഓരോരോ നാട്ടിൽ ഓരോരോ പേരായിരിക്കും അറിയപ്പെടൽ. പക്ഷെ നമ്മളിങ്ങോട്ട് ഇതിന് കപ്പക്ക എന്നാണ് കേട്ടോ പറയൽ. അപ്പം അതിൻ്റെ ഇടയിലായിട്ട് നമ്മളെ കോഴിക്കോടിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു കപ്പക്ക മരം ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ മുകളിലും കാര്യമായിട്ട് അങ്ങനെ പറയേണ്ട രീതിയിൽ കപ്പയ്ക്കൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മളൊരാവശ്യത്തിന് കണക്കായിട്ട് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇനി എന്താണെന്നറിയില്ല, പക്ഷേ ഇങ്ങനെ പറിച്ചിട്ടെടുക്കുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം നമ്മൾ പറിച്ചേരം ഒരു നല്ല പഴുത്തൊരു പപ്പായ ഉണ്ടായിന് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ഇപ്പം തന്നെ നമുക്ക് കട്ടാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതും അങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കുണ്ടല്ല, നമുക്ക് മുറ്റത്തിലെ ഐറ്റംസിനോടൊന്നും വലിയൊരു താല്പര്യമേ ഉണ്ടാവില്ല. നമുക്കെല്ലാവർക്കും ഈ പുറത്തിലെ പച്ചക്കറി ഐറ്റംസിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം. അതായത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനാണ് എല്ലാവർക്കും ഭയങ്കര ഒരു വിലയുണ്ടാവൽ. നമ്മളെ മുറ്റത്ത് എന്തുണ്ടെങ്കിലും നമുക്കത് പറിക്കാനോ അത് കറി വെക്കാനോ ഒന്നും നമുക്കൊരു ഇൻട്രസ്റ്റേ ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുറ്റത്ത് തന്നെ ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് നമ്മൾ മുറ്റത്തൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമായിട്ട് നമുക്ക് കറി വെക്കാനോ അതുപോലെ തന്നെ വറവുണ്ടാക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റംസ് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്നുമില്ലെങ്കിൽ നമ്മളെ വാഴേൻ്റെ കൂമ്പ്, ഇതുപോലെ ഈ കപ്പക്കയെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഈ കുരുവെല്ലാം ചാടിയിട്ട് ഇങ്ങനെ മുളക്കുന്നതല്ലേ, വെറുതെ ഇങ്ങനെ മുളച്ച് വരുന്നതല്ലേ ഈ കപ്പക്കയെല്ലാം. അപ്പോൾ നമ്മളെ മുറ്റത്ത് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐറ്റംസ്, അതായത് ഈ കറീൻ്റെ ഐറ്റംസ് എല്ലാം അത്യാവശ്യമെല്ലാം നമുക്ക് കിട്ടും കേട്ടോ. നമുക്കെന്ന് മാത്രമല്ല, നമ്മൾ മുറ്റത്ത് എന്ത് തന്നെ ആക്കിക്കോ നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്ത് അതിനൊന്ന് പരിപാലിച്ച് കഴിഞ്ഞാൽ ആവും കേട്ടോ. ഇനിയിപ്പോൾ ചില ആൾക്കാരുണ്ട് നമ്മൾ എന്ത് നട്ടാലും ആകുന്നില്ല എന്നെല്ലാം പറയുന്നത്. പക്ഷെ ആവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട കെയറിങ്, അതായത് ഒന്നുമില്ലെങ്കിൽ ഇനി ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും അതിൻ്റെ ചുറ്റുവട്ടത്തെ കൂടിയെല്ലാം ഒന്ന് നടന്ന് അതിനൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊന്ന് അതിനെ ഓർമ്മിപ്പിച്ചാലും മതി. നമുക്കൊരു ചെറിയൊരു ഐറ്റംസ് എങ്കിലും അത് നമുക്ക് തരും കേട്ടോ. ഞാൻ അങ്ങനെയെല്ലാം കേട്ടോ ചിന്തിക്കൽ. കാരണം നമ്മളെ മക്കളെ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു തൈ നട്ടാലും അതിനെ നമ്മൾ വെള്ളമൊഴിച്ച് വളമിട്ട് കൊടുത്ത് അതിനെ പരിപാലിച്ചിട്ടെടുക്കുമ്പം അത് എന്തായാലും അതിൻ്റെ ഒരു ഇത് നമുക്ക് തരൂല.
തരൂലേ, തരുമല്ലേ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചിന്തിക്കൽ. അങ്ങനെ ഇപ്പം ഇതാ നമ്മളെ വിളവെടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ നമ്മളെ പുരയിൽ അങ്ങനെ എന്താ പറയുക, അങ്ങനെ സാധനം എന്ന് പറഞ്ഞാൽ ഫിഷ് ഐറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് വേഗം ടൗണിൽ പോയിട്ട് കുറച്ച് ഫിഷ് ഐറ്റംസ് എല്ലാം വാങ്ങിക്കുക, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ലഞ്ചെല്ലാം റെഡിയാക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മക്കൾസിനോടെല്ലാം പറഞ്ഞു ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടുള്ളൊരു ലഞ്ച് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ ആരും ഇപ്പോഴേ കിച്ചണിലേക്ക് വരാൻ പാടില്ല, നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ്, നല്ല നാടൻ ഫുഡാണ്, അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവർ ഫുള്ള് എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും ലീവല്ലേ ഇന്ന്, അപ്പോൾ പിന്നെ ഇവരങ്ങനെ ഏടി ഇപ്പോൾ കൊണ്ടുപോക്കേ കുറവാണ് കേട്ടോ. കാരണം ഇപ്പോൾ സ്കൂളും ഇതെല്ലാം ആയിട്ട് ശനി ഞായറാന്ന് ആകെ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിക്കും മടി വരും എനിക്ക്. ശനി ഞായറും പിന്നെ എനിക്കും കുറച്ച് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പം പിന്നെ അവരെല്ലാം കൂട്ടി പുറത്ത് പോയി പിന്നെ എല്ലാം കൂടി ആയിട്ട് ഫുള്ള് ഇതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറച്ച് ഏടി അങ്ങനെ പോലെ കുറവാണ് കേട്ടോ. പോകും, പക്ഷെ ഞാൻ ഇവരെ കൂട്ടാതെയാണ് കേട്ടോ ഞാൻ പോകൽ. എല്ലായിടത്തൊന്നും മക്കൾസിന് അങ്ങനെ കൂട്ടമൊന്നുമില്ല. നമുക്ക് അതായത് അവരെ കൂട്ടേണ്ട അടുത്ത് കൂട്ടും, അല്ലാത്തടത്ത് ഞാൻ മാത്രം പോകും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മളെ കാര്യങ്ങൾ. അങ്ങനെ ആടുന്ന് നമ്മൾ മീനെല്ലാം വാങ്ങി ഇനിയിപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ ആ ഒരു കപ്പക്കെല്ലാം പറിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ പരിപ്പും കപ്പയ്ക്കും ഇട്ടിട്ടുള്ളൊരു നാടൻ കറി ഉണ്ട് കേട്ടോ, നമ്മളിങ്ങോട്ടെല്ലാം വെക്കുന്ന. അപ്പോൾ ആ ഒരു കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പരിപ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പരിപ്പ് വാങ്ങാനാണ് ഞാൻ ഈ ഒരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ടായത്. അപ്പം ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ടൈമിൽ തന്നെ എനിക്ക് വേഗം എന്താ നമുക്കിങ്ങനെ ഓരോരോ ഐഡിയാസ് വരുമല്ലോ, ഇന്ന ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാം അതുണ്ടാക്കാം, അങ്ങനെ ഓരോരോ റെസിപ്പിയും മെയിനിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്ന ഓരോരോ ഐറ്റംസ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ നമ്മളെ ഉണക്കമുളക് ഉണ്ടല്ലോ, അപ്പോൾ അത് എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും കയറിയ സ്ഥിതിക്ക് എടുക്കല. ശരിക്കും ഉണ്ടല്ലോ നമ്മൾ ഏതെങ്കിലും ഷോപ്പിലെല്ലാം കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനമായിരിക്കും വാങ്ങിക്കാനുണ്ടാവില്ല, പക്ഷെ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി ഒരുപാട് സാധനങ്ങളാവും. അപ്പം ഞാൻ അധികം വിചാരിക്കും കേട്ടോ, എന്നാലും നമുക്കത് ഉപകാരവും തന്നെ. പക്ഷെ നമ്മൾ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് കയറിയാൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് സാധനം ഇങ്ങനെ കൂട്ടി വെക്കും. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ അവർക്ക് ഐസ്ക്രീമും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഐസ്ക്രീമൊന്നും ചെറിയ ടൈപ്പ് ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിച്ചത്. കാരണം വേറൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. കാരണം അവർക്കധികം പനി വിട്ട് പോലെയില്ല കേട്ടോ. പനി നമ്മളുടെ ഒരു എന്താണ് ഒരു കുടുംബാംഗം പോലെയാണ് കേട്ടോ പനിയും ചുമയെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് സെറ്റായി വരുന്നതേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഏതായാലും അവരെ കൂട്ടിയിട്ട് പോയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെറിയൊരു ടൈപ്പ് ഐസ്ക്രീം വാങ്ങിച്ചതാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ നമ്മൾ സാധനം എല്ലാം വാങ്ങി അങ്ങനെ നേരെ പെറുക്കെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്ത് ഒന്ന് സെറ്റാക്കി വെക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഇത് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയ്യാൻ മടി വരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് എടുത്ത് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തെല്ലാം വെച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മളെ കുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. സാധാരണ ഞാൻ കുറച്ച് എല്ലാ സാധനം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കൽ. പക്ഷേ ഇതിപ്പോൾ ഞാൻ ആ ഷോപ്പിൽ പോയതുകൊണ്ട് തന്നെ ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം അങ്ങനെ വാങ്ങിച്ചെടുത്തതാണ്. ഇനിയിപ്പം പിന്നീട് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനത്തെ ഈ പയർ ടൈപ്പ് കറിയില്ലേ ഉണ്ടല്ലോ, നമ്മളിവിടെ ഒരു അധികം കോമൺ ആയിട്ടൊരു വെക്കുന്നത് ഈ പരിപ്പ് കറി അധികവും ഉണ്ടാക്കലുണ്ട് കേട്ടോ. അധികം മീൻസ് നമുക്കിപ്പം വേഗത്തിലെല്ലാം എന്തെങ്കിലും ഒരു കറി വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഈ ഒരു പരിപ്പ് കറി. പക്ഷെ നമ്മളിങ്ങനെ എന്തെങ്കിലും പച്ചക്കറി, അതായത് നമ്മളെ പരിപ്പ് കായ്, അതുപോലെ തന്നെ പരിപ്പും വെള്ളരിക്ക, പരിപ്പ് കപ്പക്ക, അങ്ങനത്തെ എല്ലാ ഐറ്റംസ് എല്ലാം പരിപ്പിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പരിപ്പ് മുരിങ്ങക്കോല്, അങ്ങനെ ഓരോരോ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മളിങ്ങോട്ടെല്ലാം കൂടുതലായിട്ട് വെക്കൽ. നമ്മളിങ്ങോട്ട് അതുപോലെ തന്നെ ഞാൻ കണ്ടെടുത്തോളം നമ്മളിങ്ങോട്ട് ഈ ഒരു ടൈപ്പ് പരിപ്പ് തന്നെയാണ് കേട്ടോ സാമ്പാറിലും ഇട്ടിട്ടെല്ലാം കാണൽ. പിന്നെ നമ്മളിവിടെ സാമ്പാറൊന്നും നമ്മൾ ഈ ഒരു ഏരിയയിലൊന്നും കൂടുതലായിട്ട് വെക്കുന്ന കാണലേ ഇല്ല കേട്ടോ. ആർക്കും അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റും അല്ല കേട്ടോ ഈ ഒരു സാമ്പാർ, ഇങ്ങനെ എന്തെല്ലോ ടൈപ്പ് കറികളില്ലേ. മെയിൻ നമ്മളിങ്ങോട്ട് അധികം മീൻ, ഇറച്ചി അങ്ങനത്തെ ഐറ്റംസ് തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാക്കൽ. എല്ലായിടത്തും
നമ്മൾ ഈ ഒരു ഏരിയ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ. നമ്മൾ അതുപോലെ തന്നെ ഈ സാമ്പാറിൽ നമ്മൾ എത്ര നല്ല അടിപൊളിയായിട്ട് വെക്കാൻ നോക്കിയാലും അതിൻ്റെ ആ ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യില്ല കേട്ടോ. അതുപോലെ സാമ്പാർ ഉണ്ടാക്കിയാൽ പിന്നെ ആ ഒരു ടൈം മാത്രമേ നമ്മൾക്ക് കൂട്ടാനും പറ്റുള്ളൂ, പിന്നെ നമുക്കതിങ്ങനെ ബാക്കിയായിട്ട് കളയാനേ പറ്റൂ. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മളിങ്ങോട്ട് കൂടുതലായിട്ട് നമ്മൾ ഈ പരിപ്പിൽ എന്തെങ്കിലും ഇട്ടിട്ടില്ല ആ ഒരു കറി തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ ഞാനങ്ങനെ മീനും അതുപോലെ തന്നെ ഞാൻ പോയോണ്ടില്ലെങ്കിൽ ഞാൻ എപ്പോൾ രാവിലെ ഞാൻ എപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന ടൈമിലെല്ലാം തിരിച്ച് വരുമ്പോൾ ഞാൻ മീൻ എന്തെങ്കിലും നോക്കലാന്ന് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചു ഏതായാലും ഇനി വരുമ്പോൾ ആദ്യം നിർത്തി പിന്നെ വീണ്ടും ഇറങ്ങി ഇതന്നെ ഒരു പണിയല്ല. അപ്പോൾ ഞാൻ ഏതായാലും പോയ സ്ഥിതിക്ക് ഞാനങ്ങനെ കുറച്ച് മീനെല്ലാം അങ്ങനെ വാങ്ങിച്ചെല്ലാം ഒന്ന് ബോക്സിലാക്കി എടുത്തതാണ് കേട്ടോ അത്. പക്ഷെ നമ്മൾ ഈ ബോക്സിലാക്കി വെക്കുമ്പോൾ ഉണ്ടല്ല നമ്മളതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടാവും കേട്ടോ നമ്മളെ ഫിഷിന്. അപ്പം ഞാൻ അധികം അങ്ങനെയാണ് കേട്ടോ വെക്കൽ. പിന്നെ ചില ആൾക്കാരെല്ലാം പറയുന്നതൊക്കെ അതിങ്ങനെ ഐസ് പോകാനെല്ലാം കുറച്ച് ടൈം എടുക്കും. നമ്മളെന്തായാലും ഒരു കറിയോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒരു പ്ലാനിങ് എന്തായാലും ഉണ്ടാവില്ലേ. അപ്പോൾ കുറച്ച് നേരത്തെ എടുത്തിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഐസെല്ലാം പോയി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ പരിപ്പ് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്ത് അതിലേക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഈ ഒരു മിക്സിലേക്ക് തന്നെ നമ്മൾ കപ്പക്കയും കൂടി ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. പ്രത്യേകിച്ച് നമ്മളെ ഉച്ചക്ക് ലഞ്ചിന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ ഇനിയിപ്പോൾ എന്താണ് നമ്മൾ ഈ കപ്പക്ക ഏകദേശം ചെറുതായിട്ടൊന്ന് പഴുക്കാനായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ കപ്പക്ക ഐറ്റംസ് ഉണ്ടല്ലോ നമ്മൾ പുറമേ നല്ല പച്ചയായിരിക്കും കേട്ടോ കാണാനുണ്ടായാൽ, പക്ഷെ ഉള്ളിൽ മുറിച്ച് നോക്കുമ്പോൾ ചെറിയൊരു കളറ് ചേഞ്ച് ഉണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു ടേസ്റ്റ് ഒന്നും മാറിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കളറൊന്ന് മാറിയതേ ഉണ്ടായിട്ടില്ല, മധുരമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഇത് നമ്മൾ കപ്പയ്ക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, പിന്നെ ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളെ മസാലപ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളെ പരിപ്പും കപ്പയ്ക്ക് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി കുറവില്ലോണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മളെ തേങ്ങ, അതായത് നമ്മളെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തേങ്ങ തൊലിച്ചെടുക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ ഉണ്ടല്ലോ ഈ ചമ്മന്തിയെല്ലാം അരക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അത്യാവശ്യം കുറച്ച് ഇതായിട്ടുള്ളൊരു തേങ്ങയാണ് കേട്ടോ വേണ്ടത്. പക്ഷേ ഇത് നല്ല ഉണങ്ങിയൊരു തേങ്ങയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ കോവക്ക, കപ്പക്ക ഈ ഒരു സംഭവങ്ങളെല്ലാം നല്ല പോലെ ഒന്ന് കട്ടാക്കി എടുക്കലാണ് കേട്ടോ വറവ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് രണ്ടും ഓരോരോ ടൈപ്പ് വറവ് ഉണ്ടാക്കാമല്ലോ, നമ്മളെ ആദ്യമായിട്ട് നമ്മളെ വെറുക്കുന്ന പിടിച്ചതല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ് കേട്ടോ ഇത്. ശരിക്കും ഉണ്ടല്ലോ നമ്മളെ മുറ്റത്തു നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ ഉണ്ടാവല്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് നമ്മളെ പുരക്കുന്ന് പറിച്ചെടുത്തിട്ട് എന്തെങ്കിലും ആക്കിയാൽ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടായാൽ. അപ്പോൾ ഇതാ ഞാൻ കപ്പക്കയും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ ഈ കപ്പക്ക നമ്മളെ ക്യാബേജ് വറുക്കുന്നില്ലേ, ക്യാബേജ് പോലെ തന്നെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെയും വറുത്തിട്ട് ഉണ്ടാകലുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെ വറുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടിയും ഇഷ്ടം. എനിക്ക് ഇതാണ് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നൽ. അപ്പോൾ ഇതെല്ലാം സിമ്പിളാണ് കേട്ടോ, ഓരോരോ നാട്ടിലും ഓരോരോ രീതിയായിരിക്കും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പക്കയിൽ തേങ്ങയും എന്താണ് ഉള്ളി, ജീരകം അങ്ങനെ എന്തോ അരച്ചിട്ടെല്ലാം ചേർക്കുന്നത്. പക്ഷേ നമ്മളിങ്ങോട്ടെല്ലാം ഈ വറവ് ഉണ്ടാക്കൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു കോവക്കയിൽ കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ ഉള്ളി, പച്ചമുളക്, പിന്നെ ഇപ്പം കടുക് പൊട്ടിക്ക, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കലാണ് കേട്ടോ. സിമ്പിളായിട്ടാണ് കേട്ടോ വറവെല്ലാം ഉണ്ടാക്കൽ നമ്മൾ ഈ ഒരു ഭാഗത്തെല്ലാം. ഇനിയിപ്പോൾ ഇതാ നമ്മളെ പരിപ്പ് നല്ലപോലെ വേകാനുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പും കപ്പയ്ക്കും മിക്സ് ചെയ്തിട്ടായതുകൊണ്ട് തന്നെ രണ്ടും നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് നമ്മളെ പരിപ്പ് കറി ഒന്ന് കാച്ചി എടുക്കലാണ് കേട്ടോ ഇത്. എന്താണ് ചില ആൾക്കാരെല്ലാം ഇനി വറവിട്ടെടുക്കലെന്ന് അങ്ങനെ എന്തോ പറയലുണ്ട്. അപ്പം നമ്മളിങ്ങോട്ട് കാച്ചൽ എന്നാണ് കേട്ടോ പറയൽ. കടുകും ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പില, അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടൊന്ന് കാച്ചി ഒഴിക്കലാണ് കേട്ടോ അതിലേക്ക്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളെ നാട്ടിൽ ഇതുണ്ടോയെന്നറിയില്ല,
ഞാൻ വേറെ ഏതിലും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഗൾഫിലെല്ലാം ടൈമിലെല്ലാം ഒരുപാട് ഓരോരോ നാട്ടിലുള്ള ആൾക്കാരും പരിചയമുണ്ട്. പക്ഷെ അങ്ങോട്ടുള്ള ആളൊന്നും ഇങ്ങനത്തെ ഒന്നും വെക്കുന്നതെന്ന് പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അവരോടെല്ലാം ഇങ്ങനെയെല്ലാം പറയുമ്പം അതെങ്ങനെയാണോ എങ്ങനെ വെക്കൽ, അവരങ്ങോട്ട് കൂടുതൽ ഈ സാമ്പാർ ഐറ്റംസ് അങ്ങനത്തെ എല്ലാം കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാക്കൽ. പക്ഷേ ഈ ഒരു ടൈപ്പ് കറിയെല്ലാം നമ്മളെ നാട്ടിൽ, അതായത് നമ്മളെ കണ്ണൂർ, കാസർഗോഡ് ആ ഒരു ഭാഗത്തെല്ലാം ഒരു കോമൺ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കറിയാണ് കേട്ടോ അതെല്ലാം. പിന്നെ കപ്പക്കയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം അത് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് വെക്കാൻ, അതിലേക്കും ജസ്റ്റ് ഒന്ന് കടുകും കറിവേപ്പില ഒന്ന് കാച്ചി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മളെ പപ്പടം കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഷോപ്പിൽ പോയവരുണ്ടല്ലോ, ചെറിയ ടൈപ്പ് പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഉമ്മ നമ്മളെ അയില മീൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, ഞാൻ ഇൻസ്റ്റയിൽ കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതായത് ഇൻസ്റ്റ തുറക്കുന്ന ആ ഒരു ടൈമിൽ ഇതൊരു വൈറലായിട്ടുള്ള ഏതോ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പക്ഷേ ആ ഒരു ടൈമിൽ ഇത് ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു, ഞാനങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ട്രെൻഡായിട്ട് ഇങ്ങനെ വൈറലാകുന്ന റെസിപ്പീസൊന്നും ഞാനങ്ങനെ ഓവറായിട്ട് ട്രൈ ചെയ്യാനൊന്നും പോക്കില്ല കേട്ടോ. അതായത് നമ്മളൊരു വീഡിയോക്ക് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് അങ്ങനെ ആക്കാനൊന്നും ഞാൻ പോക്കില്ല. നമുക്ക് ഓക്കെ ഇത് ഏതായാലും ഇന്ന് ഫുഡ് ഇത് ഉണ്ടാക്കുക, ഇതിന്ന് ആക്കാന്നുള്ള രീതിയിൽ അങ്ങനെയാണ് കേട്ടോ ഞാനെല്ലാം ഫുഡെല്ലാം ആക്കൽ. നമ്മളെന്തെങ്കിലും ഇങ്ങനെ വൈറലായിട്ടുള്ള റെസിപ്പീസെല്ലാം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും ഞാൻ അങ്ങനെ ട്രൈ ആക്കാനൊന്നും പോക്കില്ല. അപ്പോൾ ഈ ഒരു ഫിഷിൻ്റെ ഐറ്റംസ് കണ്ടേരം ഞാൻ വിചാരിച്ചു, പ്രത്യേകിച്ച് ഫിഷ് ഐറ്റംസ് അല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും നാടൻ കറികളെല്ലാം ആക്കുന്ന ടൈമിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങനെ മാറ്റി വെച്ചൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇതിൽ ഒന്നും പണിയില്ല. നമ്മളെ പാനൊന്ന് ചൂടായി വരുമ്പം തന്നെ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നമ്മളെ പുളി വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ പുളിയും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഒരു ഫിഷ് ആക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു നമ്മൾ ഇൻസ്റ്റയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് റീല് പോലെ ആക്കിയിട്ട് അങ്ങനെ ഷോർട്ടായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളെ ഫിഷ് നല്ല പോലെ ഇങ്ങനെ മറിച്ചും തിരിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതിൻ്റെ ആ ഒരു ഗ്രേവിയാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് ചോറ് കഴിക്കുമ്പം ഇത് മാത്രം മതി കേട്ടോ. ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചോറ് കഴിക്കുമ്പോൾ ഒരു പറ ചോറ് തിന്നാന്നാണ് കേട്ടോ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഒരു ഫിഷ് ഐറ്റംസ് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ചെറിയുള്ളിയാണ് കേട്ടോ, ചെറിയുള്ളിയും നമ്മളെ ഉണക്കമുളക് ഉണ്ടല്ലോ, വറ്റൽ മുളക് എന്നും പറയും, ഉണക്കമുളക് എന്നും പറയും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്, അതായത് മൂപ്പിച്ചെടുക്കൽ എന്ന് പറയും. അപ്പോൾ അത് ആക്കിയെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ തേങ്ങ, അതുപോലെ തന്നെ കാന്താരി, കറിവേപ്പില, ഇഞ്ചി, അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളെ പുളി ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം പോലെ ആയിട്ടാണ് കേട്ടോ ഞാനൊരു 1/4 കപ്പോളം പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്നാലേ ഇത് ആ ഒരു തേങ്ങയെല്ലാം ഒന്ന് അരിഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു നേരത്തെ തൊലിച്ചെടുത്ത ആ ഒരു തേങ്ങയുണ്ടല്ലോ, ഞാൻ കത്തി വെച്ചിട്ട് തന്നെ അതിലിങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. കാരണം അത് ചിരണ്ടാനൊന്നും ആവുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. നമ്മളെല്ലാവരും എല്ലാവർക്കും ഈ മന്തി അതുപോലെ തന്നെ മറ്റുള്ള ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇടയ്ക്കെല്ലാം നമ്മൾ ഈ നാടൻ ഐറ്റംസ് എല്ലാം കഴിക്കുമ്പം നല്ല അടിപൊളിയാണ് കേട്ടോ അതിലത്. നമ്മളിടാന്നല്ല, എൻ്റെ പുരക്ക് അധികം നമ്മൾ ഈ ചോറും കറികളെല്ലാം ഉണ്ടാക്കൽ തീരെ കുറവാണ് കേട്ടോ. പിന്നെ നമ്മൾ മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കലുമില്ല. നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിലെല്ലാം ഉച്ചയ്ക്ക് നല്ല ചോറും കറികളെല്ലാം ആക്കൽ. നമ്മൾ മാത്രമാകുമ്പം മക്കൾസെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതന്നെയാണ് കേട്ടോ നമ്മൾ ലഞ്ചായിട്ട് കഴിക്കൽ. പ്രത്യേകിച്ച് ഇങ്ങനെ ചോറ് കറികളൊന്നും തന്നെ ആക്കൂല. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് ഇന്ന്
കുറേ ദിവസമായി നമ്മൾ ചോറും ഇതെല്ലാം കഴിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഇന്നൊരു നാടൻ ഐറ്റംസ് എല്ലാം ആക്കിയിട്ട് നമുക്ക് നല്ല അടിപൊളി ചോറും കറിയെല്ലാം കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ചോറും ഇതെല്ലാം ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ നമ്മളെ കറികളും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ഇതിങ്ങനെ കണ്ടേരുണ്ടല്ലോ, മക്കൾ പറഞ്ഞാൽ നമുക്ക് ഇലയിൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇലയിലെല്ലാം സെറ്റാക്കി കൊടുത്തതാണ് കേട്ടോ ഇത്. അപ്പം ഇതെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എല്ലാം ആക്കിയിട്ടെല്ലാം കൊടുക്കുമ്പോൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരിങ്ങോട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ. അവർക്ക് ഞാൻ നല്ല പണി കൊടുത്തിട്ടുണ്ടായിന്. വണ്ടി കാറ് മൊത്തം വാഷാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടി ഫുള്ള് കാറ് കഴുകലും അങ്ങനെ എല്ലാം ആയിട്ടാണ് കേട്ടോ ഉണ്ടായത്. അപ്പം അവർ കാറെല്ലാം കഴുകി എല്ലാം ആ പണിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ അവർക്ക് നല്ലോണം വിശക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു നല്ല ഫുഡ് കിട്ടിയാലും അവരും ഹാപ്പി, ഉണ്ടാക്കിയ ഞാനും ഹാപ്പി. അപ്പോൾ ഇതാ ഞാനെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ ഇത്, ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോരും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിന്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത്. നല്ല പാങ്ങുണ്ടായിന് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ആക്കണം എന്നില്ല, നമ്മളിടയ്ക്ക് ഇങ്ങനെ നാടൻ ഐറ്റംസ് എല്ലാം ആക്കിയിട്ട് ചോറും കറിയും എല്ലാം ആക്കിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിക്കലാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താണ്, ഫുഡ് കഴിച്ചിട്ട് പിന്നെ ആ ഒരു ഫുഡെല്ലാം കഴിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല ദമ്മായിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഫാത്തിമ ഇടുന്ന ജോറ് കളിയാണ് കേട്ടോ. അവളിങ്ങനെ ഒളിച്ച് കളിക്കലാണ് കേട്ടോ ഇപ്പം. അങ്ങനെ അവൾ കളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം ഞാനങ്ങനെ കാര്യമായിട്ടുള്ളൊരു വ്ളോഗൊന്നും ബാക്കി അങ്ങോട്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ എന്തെല്ലോ തിരക്കായി അങ്ങനെ ഫുള്ള് ബിസിയായി പോയി കേട്ടോ ഒരു ഉച്ചയ്ക്ക് ശേഷം. പിന്നെ കാര്യമായിട്ടൊന്നും വ്ളോഗൊന്നും എടുക്കാനൊന്നുമില്ല. പിന്നെ വൈകുന്നേരം നമ്മളെ കുളിയും നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ മക്കൾസിനെ പഠിപ്പിക്കലായി, നാളത്തെ സ്കൂളിൽ കൊണ്ടുപോകേണ്ട സെറ്റാക്കലായി, അങ്ങനെ ഫുള്ള് ബിസിയാണ് കേട്ടോ ഉണ്ടാവൽ. പിന്നെ ഞാൻ മുറ്റത്ത് ജനലെല്ലാം അടക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. വൈകുന്നേരമായിട്ടുണ്ട്. അപ്പം നമ്മളെ ഈ മാച്ചിപ്പട്ട ഉണ്ടല്ലോ, നമ്മളിങ്ങോട്ട് മാച്ചിപ്പട്ട എന്നാണ് കേട്ടോ ഇനി പറയൽ. ആ ഒരു തെങ്ങിൻ്റെ സംഭവം ഉണ്ടല്ലോ, തെങ്ങിൻ്റെ ഓല. അപ്പോൾ അതവിടെ വീണിട്ട് ഞാൻ അങ്ങോട്ട് എടുത്ത് മാറ്റലാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലും ഐശുവിനോട് അതിനെക്കുറിച്ച് കുറേ സ്റ്റോറീസ് എല്ലാം പണ്ടത്തെ ഇങ്ങനെ വണ്ടിയാക്കി കളിക്കുന്ന അങ്ങനെ എന്തല്ലോ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വ്ളോഗ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള വ്ളോഗ്സോ റെസിപ്പീസോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.